എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ബജാജ് പൾസർ NS400Z. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ മോട്ടോർ സൈക്കിളിന് ഓൾറെഡി കുറേ ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇപ്പം പറയുന്നത് ഈ മോട്ടോർ സൈക്കിളിൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. ഓടിക്കാൻ കഴിഞ്ഞ വർഷം ഈ മോട്ടോർ സൈക്കിൾ ഞാൻ ട്രാക്കിലാണ് ഓടിച്ചത്. അപ്പോൾ ആ ടൈമിൽ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റി. ഇന്ന് നമുക്ക് റേസ് ട്രാക്ക് കിട്ടിയില്ല, അതുകൊണ്ട് കൂടുതലും റോഡിലാണ് ഓടിച്ചത്. എന്നാലും ഇമ്മീഡിയറ്റ് എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാപ്പിംഗ്, സ്പോർട്ട് മോഡ് ആയിക്കോട്ടെ റോഡ് മോഡ് ആയിക്കോട്ടെ, അതിനുള്ള ഡിഫറൻസസ് ഇപ്പോൾ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. സ്പോർട്ട് മോഡ് ഈസ് ഡെഫിനറ്റ്ലി മോർ അഗ്രസീവ് ദാൻ ബിഫോർ. അത് കാരണം ഈ മോട്ടോർ സൈക്കിളിൻ്റെ റെസ്പോൺസ്, അതാണ് എൻ്റെ ഹൈലൈറ്റ്. ആ 3 ഹോഴ്സ് പവർ കൂടിയത് ഞാൻ അറിയുന്നില്ലെങ്കിലും ആ ഓടിക്കാനുള്ള എനർജി, എൻതൂസിയാസം, ആ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് സർട്ടൻലി ബിഫിറ്റിംഗ് ഓഫ് ദ പൾസർ ടാഗ്. പിന്നെ ടയർ സൈസ് പുറകിലത്തെ മാറ്റിയുണ്ട്. നമുക്ക് ഹാൻഡ്ലിങ്ങിൽ ചെറിയൊരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് കാണുന്നുണ്ട്. വളരെ കോൺഫിഡൻ്റ് ആണ് വെൻ ഗോയിങ് അറൗണ്ട് കോർണേഴ്സ് ആൻഡ് ഓൾ. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എ സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഈ ക്വിക്ക് ഷിഫ്റ്റർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ദ ബെസ്റ്റ് ഐ ഹാവ് യൂസ്ഡ് ഇൻ ദിസ് സെഗ്മെൻറ്റ്. പക്ഷേ നോട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ക്വിക്ക് ഷിഫ്റ്റർ സ്പോർട്ട് മോഡിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, വേറെ ഒരു മോഡിലും ഉപയോഗിക്കാൻ പറ്റില്ല.